ഇഫ്താർ വിരുന്നിലും മാതൃക തീർത്ത് മലപ്പുറം വളാഞ്ചേരി കോട്ടപ്പുറം മഹല്ല് ജുമാ മസ്ജിദ്. ദിവസവും 500-ലധികം പേർക്ക് സ്നേഹത്തിന്റെ ഇഫ്താർ വിരുന്നൊരുക്കുകയാണ് കോട്ടപ്പുറം മഹല്ല് ജുമാ മസ്ജിദ്. ബാങ്ക് കൊടുത്താൽ പള്ളിമുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് 500-ലധികം പേർ ഒരുമിച്ച് നോമ്പ് തുറക്കും. കോട്ടപ്പുറം മഹല്ല് ജുമാ മസ്ജിദ് മുറ്റത്തെ നോമ്പ് തുറ കാഴ്ചയാണിത്. ആദ്യം 200 പേരാണ് നോമ്പ് തുറക്കാൻ ഉണ്ടായിരുന്നത്. ദിവസവും എണ്ണം വർദ്ധിച്ച് ഇപ്പോൾ 500-550 പേർ ദിവസവും നോമ്പ് തുറക്കാൻ എത്തുന്നു. നോമ്പ് തുറക്കുന്ന സമയത്ത് ഈത്തപ്പഴവും നാരങ്ങ വെള്ളവും ഫ്രൂട്ട്സും പലഹാരങ്ങളും നമസ്കാര ശേഷം ബിരിയാണിയും നൽകും. ഓരോ വ്യക്തികളും സംഘടനകളുമാണ് ഓരോ ദിവസവും നോമ്പ് തുറ സ്പോൺസർ ചെയ്യുന്നത്. മഹല്ല് കമ്മിറ്റി അംഗങ്ങളും നാട്ടിലെ യുവാക്കളും ചേർന്നാണ് 500 പേർക്കുള്ള നോമ്പുതുറ വിഭവങ്ങൾ എല്ലാ ദിവസവും പള്ളിമുറ്റത്ത് സജ്ജീകരിക്കുന്നത്. തൊട്ടപ്പുറത്തെ മദ്രസയോട് ചേർന്ന് സ്ത്രീകൾക്ക് നോമ്പ് തുറക്കാനുള്ള സൗകര്യമുണ്ട്. 100ഓളം സ്ത്രീകളാണ് ദിവസവും നോമ്പ് തുറക്കാൻ എത്തുന്നത്. പ്രധാനമായും യാത്രക്കാർ, കടയിൽ ജോലി ചെയ്യുന്നവർ, ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ തുടങ്ങിയവരാണ് നോമ്പ് തുറക്കാൻ എത്തുന്നവരിൽ അധികവും. നമ്മൾ പഴയ കാലഘട്ടത്തിൽ മുതൽ കഞ്ഞി വെച്ച് വിളമ്പിയിരുന്ന ഒരു കാലഘട്ടത്തിൽ, പട്ടിണിയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. നമ്മളിപ്പോൾ എല്ലാ സൗകര്യങ്ങൾക്കായി പള്ളി വിപുലീകരിച്ചു. കൂടുതൽ ആളുകൾക്ക് ഇപ്പോൾ നിസ്കരിക്കാനുള്ള സൗകര്യം എത്തി. അതോടൊപ്പം തന്നെ യാത്രക്കാർ പരിഗണിക്കുക, അതുപോലെ തന്നെ ജോലിക്കാർ ആയിട്ട് ഒരുപാട് കടകളിൽ നിൽക്കുന്ന ജോലിക്കാരുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥിനികൾ അവർക്കൊക്കെ ഒരുക്കുക എന്നുള്ള ഈ കൂട്ടായ്മയുടെ മഹല്ല് കമ്മിറ്റിയുടെ കീഴിലുള്ള ഫുഡ് കമ്മിറ്റി ഇതിനായി പ്രത്യേകം തയ്യാറാക്കുകയും അവരുടെ നേതൃത്വത്തിൽ നല്ല പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇന്ന് 500 ആളുകൾക്കുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. മുൻപ് പഴമക്കാർ പള്ളിയിൽ കഞ്ഞിവെച്ച് കൊടുത്തു തുടങ്ങിയ രീതിയാണിത്. അന്ന് പഴമക്കാർ കാണിച്ചു തന്ന മാതൃക കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളോടെ ഇന്നും തുടർന്നു പോകുകയാണെന്ന് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നു. കേരള വെസ്റ്റ് ന്യൂസ്, മലപ്പുറം.